അങ്ങനെ നമ്മളിന്ന് ഹൈ സ്ട്രീറ്റ് കാഴ്സിലെ രണ്ടാമത്തെ എപ്പിസോഡാണെന്ന് കാണിക്കാൻ പോകുന്നത്. ലക്ഷറി വണ്ടികൾ തന്നെ വീണ്ടും ഇത്തവണയും BM ഉണ്ട്, ഓഡി ഉണ്ട്, ജാഗ്വാർ ഉണ്ട്, പോർഷ ഉണ്ട്, എല്ലാ ബ്രാൻഡിലുള്ള വാഹനങ്ങൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു സൈഡിൽ നിന്ന് ഏതായാലും തുടങ്ങാം. ഈ ഒരു റോ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കാണിച്ചിട്ടില്ല. അപ്പോൾ ഈ ഒരു റോയിൽ ഫസ്റ്റ് വാഹനം എന്ന് പറയുന്നത് ഒരു എസ് ക്ലാസ് ഇവിടെ ഉണ്ട്. S400 ഇവിടെ അവൈലബിൾ ആണ്. ബ്ലാക്ക് കളർ 2016 മോഡലാണ്. പെട്രോൾ വാഹനമാട്ടത്. 54.90 ആണ് ആസ്കിങ് റേറ്റ് ആയിട്ട് വരുന്നത്. അപ്പം എസ് ക്ലാസ് 400 ഒക്കെ പെട്രോൾ വാഹനം എടുക്കുന്ന എത്രത്തോളം പ്രോഫിറ്റുള്ള ആണെന്നുള്ള കാര്യം എനിക്കറിയില്ല. അപ്പോൾ ആ റേറ്റും കൂടി ഒന്ന് കമ്പയർ ചെയ്തിട്ട് മാത്രം നോക്കുക. ഏതായാലും വാഹനം ഇവിടെ അവൈലബിൾ ആണ്. അടുത്തായിട്ട് വീണ്ടും ഒരു എസ് ക്ലാസ് ഇതാ JH ജാർഖണ്ഡ് രജിസ്ട്രേഷനുള്ള വണ്ടി. ഇത് 500 ആണ്. 2014 മോഡലാണ്. പെട്രോള് 50 ലക്ഷത്തിന് 10,000 രൂപ കുറവ്. 49.90 ആണ് ആസ്കിങ് റേറ്റ് ആയിട്ട് വരുന്നത്. നല്ലൊരു കിടിലൻ ഒരു എസ് ക്ലാസ് ആട്ടത്. ബോഡി മാത്രം കണ്ടിട്ടാട്ടോ ഞാൻ കിടിലൻ എന്ന് പറയുന്നത്. മെക്കാനിക്കൽ വൈസ് കാര്യങ്ങളൊന്നും എന്താ സ്ഥിതിയൊന്നും അറിയില്ല കേട്ടോ. 730 LD BMൻ്റെ നീളം കൂടിയ സെഡാൻ ടൈപ്പ് കാറ്. 730 LD ന്യൂ ഷേപ്പിലുള്ള 2015 ഡീസൽ വാഹനം അവൈലബിൾ ആണ്. 17.90 ആണ് ആസ്കിങ് റേറ്റ് ആയിട്ട് വരുന്നത്. സൺറൂഫ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞായിരുന്നു ഹൈ സ്ട്രീറ്റ് കാഴ്സിൻ്റെ ലൊക്കേഷനൊക്കെ വരുന്നത് ഡൽഹി വസന്തകുഞ്ച് ശൗര്യ ഗാർഡനിലാണ് ലൊക്കേഷനൊക്കെ വരുന്നത്. അപ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറഞ്ഞു പോകുന്നില്ല. ഓരോ വണ്ടിയുടെയും കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞു പോകുന്നത്. ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോട്ടോ അല്ലെങ്കിൽ ആ ഒരു വീഡിയോയുടെ സ്ക്രീൻഷോട്ട്, ഏത് വണ്ടിയാണ് നിങ്ങൾക്ക് അറിയേണ്ടത് ആ വണ്ടിയുടെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇവരെ നമ്പറിനകത്ത് വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി. എല്ലാ കാര്യങ്ങളും കൂടുതൽ ഫോട്ടോസ് കിട്ടും, ഇൻറ്റീരിയറിൻ്റെ ഫോട്ടോസ് കിട്ടും, കിലോമീറ്റർ കിട്ടും, ഓണർഷിപ്പ് കിട്ടും, എല്ലാ ഡീറ്റെയിൽസും അവർ പറഞ്ഞുതരും. ഞാൻ പെട്ടെന്ന് ഇങ്ങനെ കാണിച്ചു പോകുന്നത് നമുക്ക് മാക്സിമം എത്ര വണ്ടികൾ സ്റ്റോക്ക് ഉണ്ട്, അതുപോലെ തന്നെ ഏതൊക്കെ വണ്ടികളാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളതെന്നൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അടുത്തായിട്ട് വീണ്ടും ഒരു കോഫി ബ്രൗൺ കളറുള്ള ഒരു 730 LD കൂടി അവൈലബിൾ ആണ്. സൺറൂഫുള്ള ന്യൂ ഷേപ്പുള്ള 2014 മോഡലാണ്. 15.90 lakhs ആണ് ആസ്കിങ് റേറ്റ് വരുന്നത്. ഛത്തീസ്ഗഡ് രജിസ്ട്രേഷനായിട്ട് വരുന്നത്. അപ്പോൾ ഇതും ബോഡി വൈസ് ഒന്നും വേറെ ഇഷ്യൂസോ കാര്യങ്ങളൊന്നുമില്ല. മെക്കാനിക്കൽ വൈസിലുള്ള എന്താ സ്ഥിതി എന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്തിട്ട് മാത്രം വണ്ടി എടുക്കാം. സൺറൂഫൊക്കെ വരുന്നുണ്ട്. അത്യാവശ്യം തരക്കേടില്ലാത്തൊരു ക്വാളിറ്റിയിലുള്ള വണ്ടി തന്നെയാണ് ഈ ഒരു 730 LD വരുന്നത് കേട്ടോ. അപ്പോൾ ഈ റേറ്റ് ഒന്നും ഫിക്സഡ് റേറ്റ് അല്ല, ഒക്കെ നെഗോഷ്യബിൾ റേറ്റ് ആണ്. പിന്നെ ഒരു A4 ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഡീറ്റെയിൽ ഇവിടെ എഴുതിയിട്ടില്ല. അപ്പം അതിൻ്റെ നമ്പർ കാണിക്കുന്നുണ്ട്. UP14 രജിസ്ട്രേഷൻ, UP14 ഗാസിയാബാദ് രജിസ്ട്രേഷനിൽ വരുന്ന വണ്ടിയാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്താൽ മതി. ഓഡി A6 ഉണ്ട്. 2.0 TDI 2013 മോഡലാണ്. ഡീസൽ 7.90. 7,90,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു A6 ഇവിടെ നിന്ന് എടുക്കാൻ പറ്റും. ബ്ലാക്ക് കളറാണ്. എയർ സസ്പെൻഷനും കാര്യങ്ങളൊക്കെ വർക്കിംഗ് ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ വണ്ടി എടുക്കുന്ന സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യാം. അലോയ്സ് ആഫ്റ്റർ മാർക്കറ്റ് അലോയ് കേട്ടോ. കൂടുതൽ വിവരങ്ങൾ അറിയാൻ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. പിന്നെ വീണ്ടും ഒരു A6 ഉണ്ട്, പക്ഷേ ഇതിൻ്റെയും ഡീറ്റെയിൽസ് ഇവിടെ എഴുതിയിട്ടില്ല. പിന്നെ CLA 200 അവൈലബിൾ ആണ്. ഡീറ്റെയിൽസ് ഇല്ല. GLA 200. പിന്നെ നമുക്ക് ആ സൈഡിലേക്ക് നമുക്ക് കുറച്ച് SUV സെഗ്മെൻറ്റിലുള്ള കുറച്ച് വണ്ടികളുണ്ട്, അതൊന്ന് കാണിച്ചു പോവാം. നമുക്ക് ആദ്യം തന്നെ ഒരു BMൻ്റെ X5 ഇതവിടെ ഉണ്ട്. 2015 മോഡൽ ന്യൂ ഷേപ്പിലുള്ള വണ്ടിയാണ്. ഡീസൽ 20.90 ആസ്കിങ് റേറ്റ്. ബ്ലാക്ക് കളറുള്ള വണ്ടി കേട്ടോ. നല്ലൊരു X5 തന്നെയാണ്. ഡിസ്കവറി സ്പോട്ട് ഉണ്ടല്ലോ, 2015 മോഡലുള്ള ഡിസ്കവറി സ്പോട്ട് 18,90,000 രൂപയാണ് ആസ്കിങ് റേറ്റ് വരുന്നത്. ഡീസൽ 2015 ഡിസ്കവറി സ്പോട്ട്, ഡൽഹി രജിസ്ട്രേഷനുള്ള വണ്ടി. ലാൻഡ് റോവർ ഡിസ്കവറി സ്പോട്ട്. അത്യാവശ്യം നല്ല എൻക്വയറികളുള്ള, അതുപോലെ തന്നെ പക്ക ഒരു കിടിലൻ SUV. ഏതായാലും 18,90,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഇവിടുന്ന് ഹൈ സ്ട്രീറ്റ് കാഴ്ച എടുക്കാൻ പറ്റും. ഒരു സ്പോട്ട് ഇതാ പഴയത് റേഞ്ച് റോവർ സ്പോട്ട് 2013 മോഡൽ ഡീസൽ 18,90,000 രൂപ. യെസ്, ഹരിയാന രജിസ്ട്രേഷനുള്ള വണ്ടി കേട്ടോ. മാഫിയ കാറ്, അതും ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ നമുക്കൊരു X1 ഇതാ തൊട്ടപ്പുറത്ത് തന്നെ വേറെ ഒന്നുണ്ട്. X1 2017 മോഡലാണ്. ഡീസൽ 17,90,000 രൂപയാണ് ആസ്കിങ് റേറ്റ് വരുന്നത്. X1 ഒക്കെ കുറേ ആളുകൾ ചോദിക്കാറുണ്ട്. അപ്പോൾ 17,90,000 രൂപയ്ക്ക് 2017 പുതിയ ഷേപ്പിൽ വരുന്ന ആ ഒരു X1 നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. BMൻ്റെ ആ ഒരു എന്താ പറയുക തനത് കളറ്, നീല കളറിലുള്ള വണ്ടി. പിന്നെ ഒരു ML250 ഇത് അവിടെ ഉണ്ട്. 2014 മോഡൽ 15,75,000 രൂപയാണ് ആസ്കിങ് റേറ്റ് വരുന്നത്. തീർച്ചയായിട്ടും 2014 ML250 ഒക്കെ ചിലപ്പോൾ 14 ലക്ഷത്തിന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഞാനും കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ വണ്ടിക്ക് 15.75 lakhs ആണ് ആസ്കിങ് റേറ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ അതിൻ്റേതായ ഒരു ക്വാളിറ്റി ഉണ്ടാവും തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഒറ്റ നോട്ടത്തിൽ എനിക്ക് തോന്നുന്നുണ്ട് അത്യാവശ്യം ഒരു ക്വാളിറ്റി ഉണ്ടെന്ന്. അപ്പം നല്ല വണ്ടിക്ക് നല്ല വില എല്ലാ സ്ഥലത്തും ഉണ്ട്. ഒരു X3 ഇത് അവിടെ അവൈലബിൾ ആണ്. ന്യൂ ഷേപ്പിലുള്ള 2016 മോഡൽ ഡീസൽ 15.90 ആണ് ആസ്കിങ് റേറ്റ് വരുന്നത് കേട്ടോ. ഇതും ഒരു ബ്ലൂ കളറുള്ള വണ്ടിയാണ്.
പിന്നെ നമുക്ക് Q7 ഒക്കെ അവിടെ കിടക്കുന്നുണ്ട്. 2013 മോഡൽ ഡീസൽ 10,70,000 രൂപ. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിനകത്ത് ഒരു Q7 കാണിച്ചിട്ടുണ്ടായിരുന്നു. 12 മോഡലൊക്കെ 9,90,000 രൂപയ്ക്ക്. അപ്പോൾ ഇത് 13 മോഡൽ 10,70,000 രൂപയാണ് ആസ്കിംഗ് റേറ്റ് വരുന്നത്. പിന്നെ നമുക്ക് ആ സൈഡിലേക്ക് വീണ്ടും കുറച്ച് പോർഷയുടെ വണ്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ അതും കൂടി ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഈ ഒരു റേഞ്ച് റോവർ നമ്മൾ കാണിച്ചു, X5 നമ്മൾ കാണിച്ചു. പിന്നെ അതാ ഒരു Q7 അവിടെ ഉണ്ട്. 2015 മോഡൽ കേട്ടോ. 15 മോഡൽ ഡീസൽ Q7 12.90 ആണ് ആസ്കിംഗ് റേറ്റ് വരുന്നത്. 12,90,000 രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു Q7 ഇതാ വീട്ടിലെ പോർച്ചിൽ കൊണ്ട് നിർത്തിയിടാം. പോർഷെ കാൻ ഉണ്ട്. 2013 മോഡലാണ്. 16,90,000 രൂപ. അപ്പോൾ പോർഷെ ഒക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഒരു കാൻ ഇവിടെ അവൈലബിൾ ആണ്. 2013 ആണ്. 16,90,000 രൂപയാണ് ചോദിക്കുന്നത് കേട്ടോ. പിന്നെ ഒരു റേഞ്ച് റോവർ സ്പോർട്ട് ഇത് അവിടെ ഉണ്ട്. 2011 മോഡൽ. ഇപ്പോൾ ഈ മോഡൽ വണ്ടികൾ കുറേ എൻക്വയറി എനിക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സ്പോർട്ടിന് 2011, 12 അപ്പോൾ ഇത് 16,90,000 രൂപയാണ് ചോദിക്കുന്നത്. ഡീസൽ 11 മോഡൽ റേഞ്ച് റോവർ സ്പോർട്ട്. അതായത് ഇതിൻ്റെ ഒരു സ്റ്റൈൽ, ഇതിൻ്റെ ആ ഒരു ബോഡി ഡിസൈൻ അബ്ബാര ലുക്ക് തന്നെയാണ് ഈ ഒരു സംഭവം. കുറച്ച് ഹൈറ്റ് കൂടിയ ഒരു ബോക്സി ടൈപ്പ് ഡിസൈൻ. അതായത് 2 വണ്ടി, ഇപ്പോൾ നമ്മൾ നേരത്തെ ഒരു ബ്രൗൺ കളറുള്ള ഒരു വണ്ടി കണ്ടു, ഇപ്പോൾ ഒരു റെഡ് കളർ വണ്ടിയും കൂടി. ഈ 2 വണ്ടി ഇവിടെ അവൈലബിൾ ആണ്. റേഞ്ച് റോവർ സ്പോർട്സ് 2011 മോഡൽ. ഈ വണ്ടിക്ക് ചോദിക്കുന്ന വില എന്ന് പറയുന്നത് 16,90,000 രൂപ കേട്ടോ. തീർച്ചയായിട്ടും ഫിക്സഡ് റേറ്റ് ഒന്നുമല്ല, നെഗോഷ്യബിൾ റേറ്റ് ആണ്. എന്തായാലും ഒരു മാറ്റങ്ങൾ കാര്യങ്ങളൊക്കെ എന്തായാലും ഉണ്ടാവും. പിന്നെ ഒരു GLE ഉണ്ട്, അതിൻ്റെ ഡീറ്റെയിൽസ് എഴുതിയിട്ടില്ല. ഫോർഡിൻ്റെ എൻഡവർ അവിടെ ഉണ്ട്. 3.2 ലിറ്റർ 2017 മോഡൽ 20.90 ആണ് ആസ്കിംഗ് റേറ്റ് വരുന്നത്. ഡൽഹി രജിസ്ട്രേഷൻ വണ്ടിയാണ്. ഒരു ബ്ലാക്ക് നല്ല അടിപൊളി വണ്ടി കേട്ടോ. 3.2 6 സ്പീഡ് ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. സൺറൂഫ് വരുന്നുണ്ട്. ഇത് ടോപ്പിൻ്റെ മോഡലാണ്. സൺറൂഫൊക്കെ വരുന്നുണ്ട്. 3.2 ലിറ്റർ 6 സ്പീഡ് ഓട്ടോമാറ്റിക്കും അല്ലേ. അപ്പോൾ ഏതായാലും ഈ ഒരു വാഹനം 2017 മോഡലാണ്. 20.90 ആണ് ആസ്കിംഗ് റേറ്റ്. കിലോമീറ്റർ കാര്യങ്ങൾ, ഓണർഷിപ്പ് കാര്യങ്ങളൊക്കെ അറിയാൻ ഇവരുടെ നമ്പർ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. ആ നമ്പറിലേക്ക് വിളിച്ച് ചോദിച്ചാൽ എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞുതരും. ഒരു GL 350 അവൈലബിൾ ആണ്. 2014 ഓൾഡ് ഷേപ്പാണ്. അപ്പോൾ ഈ ഒരു വാഹനം 2014 മോഡൽ 21.90 ആണ് ആസ്കിംഗ് റേറ്റ് വരുന്നത്. മെഴ്സിഡസ് ബെൻസിൻ്റെ ഒരു SUV സെഗ്മെൻറ്റിലെ 7 സീറ്റർ വണ്ടി GL 350 21,90,000 രൂപയാണ് ആസ്കിംഗ് റേറ്റ് ആണ്. തീർച്ചയായിട്ടും നെഗോസിയേഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. UP രജിസ്ട്രേഷനുള്ള വണ്ടിയാണ്. UP60 നോയിഡ രജിസ്ട്രേഷനിൽ വരുന്ന വാഹനമായിട്ടത്. പിന്നെ ഇനി നമുക്ക് കുറേ അപ്പുറത്തെ സൈഡിലേക്കൊക്കെ കുറേ വണ്ടികൾ നമ്മൾ കാണിക്കാത്തതുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് കാണിക്കാം. അപ്പോൾ ഈ ഒരു ഷോറൂം ലൊക്കേഷൻ ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. ഡൽഹി വസന്തകുഞ്ചിലാണ് ഈ ഒരു ഹൈ സ്ട്രീറ്റ് കാഴ്സ് എന്ന് പറയുന്ന ഷോറൂമിൻ്റെ ലൊക്കേഷൻ വരുന്നത്. അപ്പം ഇവിടെ കൂടുതലായിട്ടും ലക്ഷറി വണ്ടികളൊക്കെ തന്നെയാണുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന പോലെ തന്നെ അധികവും ലക്ഷറി വണ്ടികളാണുള്ളത്. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പുതിയ വ്യൂവേഴ്സ് അല്ലെങ്കിൽ കഴിഞ്ഞ എപ്പിസോഡ് കാണാത്ത ആളുകളുണ്ടല്ലോ, അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. BMW ഒരു സ്പോർട്ട്, ഇത് ഏതാ മോഡൽ? 118D 2015 മോഡൽ ഡീസൽ 890. BMW ഹാച്ച് ബാക്ക്. ഏതായാലും വീല് കാര്യങ്ങളൊക്കെ അയച്ചു വെച്ചാണ്, എന്താണെന്നറിയില്ല. ബ്രേക്ക് പാഡിൻ്റെ വർക്കാണോ എന്താണെന്ന് അറിയില്ല. അപ്പോൾ ഏതായാലും 118D ഇവിടെ ഉണ്ട്. അപ്പോൾ റയർ വണ്ടിയാണ്. അതുപോലെ തന്നെ ഡീസൽ വണ്ടിയാണ്. 2015 ആണ്. 8,90,000 രൂപയാണ് ആസ്കിംഗ് റേറ്റ് വരുന്നത് കേട്ടോ. സൺറൂഫൊക്കെ വരുന്നുണ്ട് കേട്ടോ വണ്ടിക്ക്. ആവശ്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം. കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഇവരുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അടുത്തതായിട്ട് ഒരു A6 അവിടെ ഉണ്ട്. 2014 മോഡലാണ്. 10,90,000 രൂപ. ഇവിടെ ഈ A6-നൊക്കെ ഏകദേശം ഒരു 10-11 ഈ റേഞ്ചിലാണ് വില വരുന്നത്. A6 ഒക്കെ കുറേ വണ്ടികൾ അവൈലബിൾ ആണ്. വൈറ്റ്, കോഫി ബ്രൗൺ, ബ്ലാക്ക് ഒക്കെ അവൈലബിൾ ആണ്. ഈ ഒരു വണ്ടിക്ക് ഒരു കോഫി ബ്രൗൺ കളറുള്ള വണ്ടിയാണ്. 2014 10,90 A6 ഒക്കെ എടുക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞ പോലെ തന്നെ എയർ സസ്പെൻഷൻ പ്രോപ്പറായിട്ട് വർക്കിംഗ് ആണോ നോക്കണം. അതാണ് മെയിനായിട്ട് ചെക്ക് ചെയ്യാനുള്ള. എയർ സസ്പെൻഷനൊക്കെ എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നാൽ കമ്പനിയിൽ നിന്നൊക്കെ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു കോസ്റ്റ് എമൗണ്ട് വരും. അപ്പം ആ ഒരു കാര്യം ശ്രദ്ധിക്കണം. പക്ഷേ BMൻ്റെ 3 സീരീസ് 5 സീരീസ് ഒക്കെ എടുക്കുന്ന സമയത്ത് എയർ സസ്പെൻഷൻ ഇല്ല. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ ടെൻഷനും വേണ്ട. പിന്നെ Q3 2015 പുതിയ ഷേപ്പിലാണ് വണ്ടി കേട്ടോ. ഹരിയാന HR51 ഫരീദാബാദ് രജിസ്ട്രേഷനിൽ വരുന്ന വണ്ടിയാണ്. 13,40,000 രൂപയാണ് ചോദിക്കുന്നത്. 2015 Q3. ഓക്കെ, പ്രീമിയം പ്ലസ് ആണ്. പ്രീമിയം പ്ലസ്സിൽ വരുന്ന വണ്ടി കേട്ടത്. 13,40,000 രൂപ എന്ന് പറയുന്നത് ഒരു ഡീസൻറ്റ് റേറ്റ് തന്നെയാണ്. എന്തായാലും ഒരു 13 അല്ലെങ്കിൽ ഒരു 12.25 കിട്ടുമായിരിക്കും. ഏതായാലും ഒരു ഡീസൻറ്റ് റേറ്റ് തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല. പിന്നെ അടുത്ത് BMൻ്റെ 520D അവൈലബിൾ ആണ്. 2013 മോഡൽ 9.75 lakhs ആണ് ആസ്കിംഗ് റേറ്റ് വരുന്നത്. 520D
ഇതും കുഴപ്പമില്ലാത്തൊരു റേറ്റ് തന്നെയാണ്. പക്ഷേ കിലോമീറ്റർ കാര്യങ്ങൾ ഓണർഷിപ്പ് കാര്യങ്ങൾ കൂടി നോക്കണം. കിലോമീറ്ററൊക്കെ 1 lakh എബോ ആണെന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് കെയർഫുള്ളായിട്ട് നല്ല രീതിയിലൊന്ന് നോക്കണം. അതുപോലെ തന്നെ കറക്റ്റ് കമ്പനി സർവീസാണോ അല്ലെങ്കിൽ പ്രോപ്പറായിട്ട്, ഇനിയിപ്പോൾ ചില ആളുകൾ കമ്പനിയിൽ നിന്ന് ചെയ്യാത്തവരുണ്ട്, പക്ഷേ പുറത്തുനിന്നാണെങ്കിൽ പോലും പ്രോപ്പറായിട്ട് സർവീസ് ചെയ്താണെങ്കിൽ ആ വണ്ടിയുടെ വർക്കിംഗ് ഒന്ന് വേറെ തന്നെ ആയിരിക്കും. അപ്പോൾ നല്ല രീതിയിൽ സർവീസ് ചെയ്തിട്ടുള്ള വണ്ടിയൊക്കെ എടുക്കാൻ കൂടുതലായിട്ട് ശ്രദ്ധിക്കുക. ലക്ഷറി വണ്ടിയൊക്കെ ആവുന്ന സമയത്ത് കൂടുതലായിട്ടും അങ്ങനത്തെ പ്രശ്നങ്ങൾ കാണാറുണ്ട്. സർവീസ് കറക്റ്റ് അല്ലെങ്കിൽ നല്ല പണി കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് കുറച്ച് ആ സൈഡിൽ പോയി നോക്കിയാലോ. അവിടെ ഒരു DC അവന്തിയൊക്കെ ഉണ്ട്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിനകത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് കഴിഞ്ഞ എപ്പിസോഡിനകത്ത് ഒരു റെഡും കാണിച്ചിട്ടുണ്ട്, റെഡ് അവന്തിയും കാണിച്ചിട്ടുണ്ടായിരുന്നു, ഇതും കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഇത് പോയിട്ടില്ല, പക്ഷേ റെഡ് പോയി. ഇനിയിപ്പോൾ നമുക്കിവിടെ 320D ഇവിടെ ഉണ്ട്. 320D 15 മോഡൽ 13,90,000 രൂപയാണ് ആസ്കിങ് റേറ്റ് വരുന്നത്. അത്യാവശ്യം ക്വാളിറ്റിയുള്ള വണ്ടി തന്നെയാണ്. അതുകൊണ്ട് തരക്കേടില്ലാത്തൊരു റേറ്റും ആസ്കിങ് റേറ്റ് ആയിട്ടുണ്ട്. 13,90,000 രൂപയ്ക്ക് 2015 മോഡൽ 320D. എന്താ കുറച്ച് പൈസ, കുറച്ച് 13,90,000 ഇല്ലേ, 9,90 ഉള്ളോ? അങ്ങനെയാണെങ്കിൽ ഇതാ 14 320D ഇവിടെ ഉണ്ട്. ലക്ഷറി ലൈൻ തന്നെ 14 മോഡൽ 320D 9,90,000 രൂപ. ഒരു കൊല്ലത്തിൻ്റെ വ്യത്യാസമുള്ളൂ, പക്ഷേ 4 ലക്ഷം രൂപയുടെ അടുത്ത് വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പോൾ വണ്ടിയുടെ ക്വാളിറ്റിയും കൂടി നോക്കണം. 9,90,000 രൂപ കിലോമീറ്റർ കൂടുതലാണോ എന്താണെന്നുള്ള കാര്യങ്ങളൊന്നും അറിയില്ല. ഏതായാലും ഇതിൻ്റെ ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ്ഡ് ആണ്. ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ്ഡ് ഞാൻ ഇതിന് മുന്നേക്കെ കുറേ വീഡിയോക്കകത്ത് പറഞ്ഞിട്ടുണ്ട്. ഡൽഹിയിലുള്ള 90% വണ്ടീൻ്റെ ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ്ഡ് ആയിരിക്കും. പക്ഷേ നമ്മുടെ നാട്ടിലങ്ങനെയല്ല. ഫ്രണ്ട് ഗ്ലാസ് മാറിയിട്ടുണ്ടെങ്കിൽ ഭൂരിഭാഗം ആളുകൾക്കും അയ്യോ തട്ട് നടന്നിട്ടുണ്ട്, ആക്സിഡൻറ്റ് നടന്നിട്ടുണ്ട് എന്ന ഒരു ചിന്താഗതിയാണ്. അത് നമ്മുടെ നാട്ടിൽ അങ്ങനെ മാറാറില്ല. മാറണമെന്നുണ്ടെങ്കിൽ ഒരു അധികം ആക്സിഡൻറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഫ്രണ്ട് ഗ്ലാസ് അങ്ങനെ മാറാറുള്ളൂ. വളരെ റെയറായിട്ടൊക്കെ കല്ല് അടിച്ചിട്ടൊക്കെ പൊട്ടി മാറാറുള്ളൂ. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ആക്സിഡൻറ്റ് ഉണ്ടാവണമെന്നില്ല. കല്ലടിച്ചിട്ടും അല്ലെങ്കിൽ ചൂട് കൊണ്ടും പൊടി കൊണ്ട് സ്ക്രാച്ച് ആയാലൊക്കെ ഗ്ലാസ് മാറും. അപ്പോൾ അങ്ങനത്തെ സംഭവങ്ങൾ കുറേ ഇവിടെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ്മെൻറ്റ് കൂടുതലായിട്ട് ഇവിടെ കാണുന്നത്. അപ്പോൾ ഫ്രണ്ട് ഗ്ലാസ് മാറിയിട്ടുള്ള വണ്ടിയാണെന്നുണ്ടെങ്കിൽ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. മേജറായിട്ടുള്ള ആക്സിഡൻറ്റ് ഉണ്ടോ എന്നുള്ള കാര്യം മാത്രം ചെക്ക് ചെയ്യുക. ആക്സിഡൻറ്റ് ഇല്ലെങ്കിൽ ധൈര്യമായിട്ട് എടുക്കാം. വണ്ടിയുടെ റീസെയിൽ വാല്യൂക്കകത്തൊന്നും യാതൊരു വ്യത്യാസം വരില്ല. ചേസിനകത്ത് ആക്സിഡൻറ്റോ കാര്യങ്ങളോ ആ സ്ട്രക്ചറൽ ഡാമേജ് പറ്റിയിട്ടുള്ള വണ്ടിയാണെങ്കിൽ മാത്രമേ റീസെയിൽ വാല്യൂ കുറേ അതിനനുസരിച്ച് ഡിപ്രീസിയേഷൻ വരുള്ളൂ. അല്ലാതെ ഇപ്പം എന്താ പറയുക, ഈ ബോൾട്ടഡ് ആയിട്ട് വരുന്ന ഭാഗങ്ങളൊക്കെ മാറിക്കഴിഞ്ഞെന്ന് വിചാരിച്ചിട്ടും യാതൊരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ഡോറ് മാറിയിട്ടുണ്ടെങ്കിലും ഡോറ് മാത്രമാണ് മാറിയതെങ്കിൽ വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇപ്പോൾ ഗ്ലാസ് ആണെന്നുണ്ടെങ്കിൽ ഗ്ലാസ് മാത്രമാണെന്നുണ്ടെങ്കിൽ വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ഈ ഒരു 2 വണ്ടി ഞാനതാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് 320D 2015 മോഡൽ 13,90,000 രൂപയാണ് ആസ്കിങ് റേറ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു വണ്ടി നോക്കുകയാണെങ്കിൽ ഇത് എനിക്കൊന്ന് ഫ്രണ്ട് ഗ്ലാസ് അല്ല, ഇത് ഒറിജിനൽ തന്നെയാണ്. അപ്പോൾ ആ വണ്ടിയുടെ ഫ്രണ്ട് ഗ്ലാസ് മാറിയിട്ടുണ്ട്. പക്ഷേ അത് മേജറായിട്ടുള്ള ആക്സിഡൻറ്റ് ഉണ്ടാവണമെന്നൊന്നുമില്ല. ഗ്ലാസ് മാത്രമായിട്ട് മാറിയതായിരിക്കാം. ഇനിയിപ്പോൾ നമുക്ക് അപ്പുറത്തെ സൈഡിലേക്ക് പോയി നോക്കുകയാണെങ്കിൽ BMൻ്റെ തന്നെ ഒരു 520D വേറെ ഒരെണ്ണം കൂടിയുണ്ട്. 2015 തന്നെ 15,90,000 രൂപയായിട്ട് ആസ്കിങ് റേറ്റ് വരുന്നത്. ഒരു ഡാർക്ക് ബ്ലൂ കളറിലുള്ള വണ്ടി 15,90,000 520D 2015 മോഡൽ പുതിയ ഷേപ്പിലുള്ള വണ്ടി. ഇനി ഇതിൻ്റെ പുറകിലൊക്കെ വേറെ വണ്ടികളുണ്ട് കേട്ടോ. A6 അവിടെ ഉണ്ട്, ഒരു ബ്രൗൺ കളറുള്ള വണ്ടി. A6 മെട്രിക്സ് എഡിഷൻ ആട്ടോ. അത് ഹെഡ് ലാമ്പ് കാര്യങ്ങളൊക്കെ വ്യത്യാസം ഉണ്ടാവും, ഗ്രില്ല് കാര്യങ്ങളൊക്കെ വ്യത്യാസം ഉണ്ടാവും. 2016 മോഡൽ പുതിയ ഷേപ്പിലുള്ള വണ്ടി 16,75,000 രൂപയാണ് ആസ്കിങ് റേറ്റ് ആയിട്ട് വരുന്നത്. മെട്രിക്സ് എഡിഷനിലുള്ള A6. അപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം ഈ ഒരു എപ്പിസോഡിനകത്തും കുറേ വണ്ടികൾ കാണിച്ചിട്ടുണ്ട്. ഇനിയും വണ്ടികളുണ്ട്. ഒരു DC അവന്തി വൈറ്റ് അവിടെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊന്നും എഴുതി വെച്ചിട്ടില്ലെന്ന് തോന്നുന്നു. ഏതായാലും ഒന്ന് മൊത്തത്തിലൊന്ന് കണ്ടേക്കാം, എന്നിട്ടങ്ങ് പോകാം. വൈറ്റ് അവന്തി ഇതുവരെ ഞാൻ കണ്ടില്ല. വൈറ്റും ബ്ലാക്കും ഇത് നോക്കാത്ത നല്ലത്. അതൊക്കെ കൂടി കുട്ടികളുടെ ടോയ്സ് പോലെ ഉണ്ട്, പണിയെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏതായാലും അത്രയേ ഉള്ളൂ. അപ്പോൾ ഹൈ സ്ട്രീറ്റ് കാഴ്സ് ഡൽഹി വസന്തകുഞ്ച് ശൗര്യ ഗാർഡനിലാണ്. കോൺടാക്റ്റിനുള്ള ഫോൺ നമ്പർ കാര്യങ്ങളൊക്കെ വീഡിയോ എടുത്ത ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കാം. അപ്പോൾ ഏകദേശം കണ്ടില്ലേ, 100ഓളം വണ്ടികൾ, ലക്ഷറി വണ്ടികൾ കിടക്കുന്ന ഒരു ഷോറൂമാണ്. വണ്ടി എടുക്കുന്നതിൻ്റെ മുന്നേ എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്തിട്ട് മാത്രം വണ്ടി എടുക്കുക. വീഡിയോ മാത്രം കണ്ടിട്ട് ദയവ് ചെയ്തിട്ട് പോയിട്ട് വണ്ടി എടുക്കരുത്. എടുത്തതിന് ശേഷം ആ പ്രശ്നം ഈ പ്രശ്നം എന്നുള്ള കോളുകളൊന്നും എനിക്ക് വരാതിരിക്കട്ടെ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എല്ലാ കാര്യങ്ങളും ഉറപ്പ് വരുത്തിയിട്ട് നല്ലൊരു മെക്കാനിക്കിനെ കൊണ്ടുവന്ന്, അതുപോലെ തന്നെ ഡോക്യുമെൻ്റ് വൈസ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ അറിയാവുന്ന ഒരാളെ കൊണ്ടുവന്നിട്ട് മാത്രം ചെക്ക് ചെയ്തിട്ട് മാത്രം വണ്ടി എടുക്കുക. എല്ലാം ഉറപ്പ് വരുത്തിയിട്ട് വണ്ടി എടുക്കുക. ഇനിയിപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നോക്കിയാലും എവിടെയെങ്കിലുമൊക്കെ ചിലപ്പം പിന്നെ വിട്ടുപോകും. പോട്ടെ, നമ്മൾ നോക്കാതെ പിന്നെ വിട്ടുപോയിട്ട് കാര്യമില്ലല്ലോ. കഴിയാവുന്നത്ര കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് മാത്രം തിരക്ക് കൂട്ടിയിട്ട് വണ്ടി എടുക്കാതിരിക്കാം. പൊതുവേ നമ്മൾ മലയാളീസ് എല്ലാ കാര്യങ്ങളും നോക്കുന്നവരാണ്. ഞാൻ കണ്ടിട്ടുള്ള കർണാടകക്കാരും ആന്ധ്രക്കാരൊക്കെ വന്ന് നോക്കി കുഴപ്പമില്ല, അത്രയും വില, പൈസ കൊടുത്ത് പോവുക. പക്ഷെ അങ്ങനെയല്ല മലയാളീസ്. എന്നാലും കുറേയൊക്കെ നോക്കാറുണ്ട്. എന്നാലും നമ്മൾ മലയാളീസിലും കുറേ ആളുകൾ പറ്റിക്കപ്പെടാറുണ്ട്. അപ്പോൾ ഇനി അങ്ങനെ വരാതിരിക്കട്ടെ. വീഡിയോയിൽ മൈൻഡ് അപ്പ് ചെയ്യുമ്പോൾ കുറേ സംസാരിച്ച് തൊണ്ടയിൽ വെള്ളം പറ്റിയിട്ടുണ്ട്. നമുക്ക് അതിന് പുതിയൊരു വീഡിയോ ആയിട്ട് പുതിയൊരു ഷോറൂമായിട്ട് ഉടൻ തന്നെ കാണാം. അതൊരു ഇറ്റ്സ് മീ മനു. ബൈ.